19,000 വാർഡ് പ്രസിഡന്റുമാരെ നിയമിക്കാൻ, അവിടെ എല്ലാം ID കാർഡ് കൊടുക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കും നമ്മുടെ ജില്ലയിലെ ജില്ലാ കമ്മിറ്റികൾക്കും പറയുന്നത് ചരിത്രത്തിൽ ആദ്യമാണെന്ന് നിങ്ങൾ ഓർക്കണം. ഞാൻ കാസർഗോഡ് ഈ പരിപാടിക്ക് പോയപ്പോ നമ്മുടെ കർണാടകയിലെ നമ്മുടെ DK ശിവകുമാർ വന്നിരുന്നു. ആ പരിപാടിയിൽ വന്നുകൂടിയ ജനം കണ്ട് അദ്ദേഹം എന്നെ അഭിനന്ദിച്ചു. അന്ന് നമുക്ക് അവിടെ ഏതാണ്ട് 5000-ലേറെ ആളുകൾ കാസർഗോഡിന്റെ ഭാഗത്ത് നമ്മുടെ പ്രവർത്തകരുണ്ടായി. അവർക്കെല്ലാം കാർഡ് കൊടുക്കാൻ നമുക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ ഒരു സംഘടനാ മിഷനറിയുടെ കരുത്ത്, ഒരു ഏകാഗ്രത തെളിവുകളാണ് എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോകുകയായിരുന്നു. 19,000 പ്രസിഡന്റുമാരെ നിയമിക്കാൻ സാധിച്ചു. 9 ജില്ലകളിൽ വാർഡ് പ്രസിഡന്റുമാർക്ക് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. പുതുതായി രൂപീകരിച്ച വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 13,000-ഓളം ഇടങ്ങളിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം ചിട്ടയായി നടത്തി. വാർഡ് തലം വരെ കുറ്റപത്രവും വികസന രേഖയും എത്തിക്കുകയാണ് ലക്ഷ്യം. PLA-മാരെ എല്ലാ വാർഡുകളിലും നിയമിക്കാൻ കഴിഞ്ഞതിലും നമുക്ക് നേട്ടമുണ്ട്. സെമി കേഡർ സംവിധാനത്തിലേക്ക് പാർട്ടിയെ എത്തിക്കുമെന്നാണ് ഞാൻ ചുമതല ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത്. ഇക്കഴിഞ്ഞ 4 വർഷത്തെ സംഘടനയുടെ പ്രവർത്തനം പരിശോധിച്ചാൽ അത് ഏറെക്കുറെ സാധ്യമായിട്ടുണ്ട്. ഗുരുതരമായ പരസ്യ പ്രതികരണങ്ങളോ അച്ചടക്ക ലംഘനങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. KPCC നിർദ്ദേശിച്ച എല്ലാ പാർട്ടി പരിപാടികളും സമര പരിപാടികളും ചിട്ടയോടെ നടന്നതും സെമി കേഡർ സംവിധാനത്തിന്റെ ഫലമായാണ്. ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ അകത്ത് ഗ്രൂപ്പ് കലാപമുണ്ടോ? ഇന്ന് എത്ര കാലമായി കലാപം കൊണ്ട്, ഗ്രൂപ്പ് കലാപം കൊണ്ട് തളർന്നുപോയ ഒരു പാർട്ടിയല്ലേ കോൺഗ്രസ്? ഇന്ന് ഗ്രൂപ്പ് കലാപം ഇല്ലാത്തത്, ആ ഗ്രൂപ്പ് കലാപം ഇല്ലാതെ പോയത് നമ്മുടെ ഐക്യത്തിന്റെ കരുത്തിന്റെ പുറത്താ. ആ ഐക്യത്തിന് പിന്തുണ നൽകിയവർ നിങ്ങളെ മുമ്പിൽ ഞാൻ ഓരോ ആളോടും നേരിട്ട് പറയുന്നതിന് തുല്യമായി വാക്ക് നിങ്ങൾ മുഖവിലക്കെടുക്കണം. ഓരോ ആളോടും ഞാൻ നേരിട്ട് പറയുന്നതായി നിങ്ങൾ മുഖവിലക്കെടുക്കണം. നിങ്ങളുടെ പിന്തുണയാണ്, നിങ്ങളാണ് അതിന്റെ പിന്തുണ, പ്രേരകശക്തി. ആ പ്രേരകശക്തി ഇനിയും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞത് എനിക്കൊരു പ്രശ്നമല്ല. ഈ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനത്തിന് മുമ്പിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് തകരണം, നമുക്ക് ജയിക്കണം, നമുക്ക് ഭരിക്കണം. ആ ഭരണരംഗത്ത് കോൺഗ്രസിന്റെ കരുത്ത് കാണിക്കാൻ നമുക്ക് സാധിക്കണം. CPM-നെതിരെയുള്ള പോരാട്ടത്തിന്റെ മുമ്പിൽ നിങ്ങളോടൊപ്പം ഒരു പടക്കുതിര പോലെ ഞാൻ എന്നുമുണ്ട് എന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് നൽകുകയാണ്.